കുറേ നാൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് മറ്റുള്ളവർക്ക് അത് ഒരു കഥ മാത്രമാണ്. ഓക്കെ, നമ്മൾ ജീവിച്ചു തീർത്തത് ഒவ்வொരു സെക്കൻഡും എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളൂ. അങ്ങനെ ഡിവോഴ്സിന് ശേഷമാണ് എന്തോ അവരത് കമന്റ് ചെയ്തത്. കല്യാണം കഴിച്ചപ്പോൾ തന്നെ എനിക്ക് അറിയാമായിരുന്നു ഇത് അധികം നാളും ഈ റിലേഷൻ പോവില്ല, ഇവർ ഉടനെ തന്നെ മേഘന വിൻസെന്റിനെ അറിയാത്തവരായിട്ട് ആരുമില്ല. മേഘന വിൻസെന്റ് ആണ് ചന്ദനമഴയിലെ നമ്മുടെ അമൃത. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചന്ദനമഴയിലെ റീൽസ് ഇൻസ്റ്റയിലും മറ്റും കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ ട്രെൻഡിങ് ആയതോടെ ചന്ദനമഴയിലെ അമൃതയെ തേടി ധാരാളം ഇൻ്റർവ്യൂസ് എത്തുന്നുണ്ട്. ചന്ദനമഴ സീരിയൽ ഏഷ്യാനെറ്റിൽ കാണിച്ചു കൊണ്ടിരുന്ന കാലം അമൃത എന്ന കഥാപാത്രം അവതരിപ്പിച്ച മേഘന പ്രേക്ഷകരുടെ വളരെ പ്രിയപ്പെട്ട ഒരു നടി തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന ഒരു ചാനലിൽ മേഘനയുടെ ഒരു ഇൻ്റർവ്യൂ വന്നത്. ആ ഇൻ്റർവ്യൂ കാണാനിടയായി. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതുമായിട്ട് സംബന്ധിച്ച് കുറേ വിവരങ്ങളും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആ ഇൻ്റർവ്യൂവിലെ ചില ഭാഗങ്ങൾ നമ്മൾക്ക് ആദ്യം ഒന്ന് കണ്ടു നോക്കാം. ഹായ് മേഘന, സുഖമായിട്ടിരിക്കുന്നോ? എപ്പോഴും ഏത് ഇന്റർവ്യൂല് കണ്ടാലും എപ്പോഴും വളരെ ഈസി ആയിട്ട്, വളരെ ചിരിച്ച്, വളരെ എന്ത് പൊട്ടത്തരങ്ങളൊക്കെ ഉള്ള ഇന്റർവ്യൂവും ഒക്കെ വൈറലായപ്പോഴും അതിനൊക്കെ അത്ര കൂളായിട്ടാണ് മേഘന ഹാൻഡിൽ ചെയ്തത്. പിന്നീട് അങ്ങോട്ടുള്ള ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. പക്ഷെ മേഘന ഒന്നിലും ഒരു ഇതല്ലാതെ അത് ആക്സെപ്റ്റ് ചെയ്യായിരുന്നു. ഓക്കെ, അത് എനിക്ക് പറ്റിപ്പോയി, ശരിയാണ്, എന്റെ അറിവില്ലായ്മയുടെ ഒരു പുറത്ത് വന്നതാണ്, എന്റെ ഒരു ഇതാണ്, അങ്ങനെയൊക്കെ അതിനെ വളരെ പോസിറ്റീവ് ആയിട്ടാണ് മേഘന കണ്ടത്. ആ ഒരു ഫാക്ട് സൈഡ് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ റിയലൈസ് ചെയ്തു എന്തുകൊണ്ടായിരിക്കും മേഘന എന്നുള്ള ഒരാൾ അന്ന് അങ്ങനെ പറഞ്ഞത്. അപ്പൊ അതൊക്കെ റിയലൈസ് ചെയ്തിട്ട് വളരെ എങ്ങനെ ഇത്ര നല്ലൊരു പോസിറ്റിവിറ്റി ആയിട്ടുള്ള ഒരു പഴയ വീഡിയോസിലോ ഇൻ്റർവ്യൂസിലോ ഒക്കെ നോക്കിയാൽ മേഘന അക്കാലത്ത് ഒരുപാട് മണ്ടത്തനങ്ങളൊക്കെ വിളിച്ചു പറയുമെന്ന് കളിയാക്കിക്കൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇൻ്റർവ്യൂ ഇപ്പോൾ നിങ്ങൾ കണ്ടത്, അത് തീരുമ്പോൾ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ പൊട്ടത്തനമാണെന്ന് അന്ന് മേഘന റിയലൈസ് ചെയ്തിട്ടില്ലായിരുന്നോ എന്ന്. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരുടെ പഴയ ധാരാളം ഇൻ്റർവ്യൂസൊക്കെ കണ്ട് നോക്കാത്തവരുണ്ടെങ്കിൽ അത് കണ്ടാലറിയാം. പക്വത കുറഞ്ഞ കുട്ടിത്തം നിറഞ്ഞ സംഭാഷണം, ഒരുപാട് പൊട്ടത്തനങ്ങളൊക്കെ വിളിച്ചു പറയുമായിരുന്നു അന്നത്തെ കാലത്ത്. അന്നൊക്കെ ഒരുപാട് ട്രോൾസ് പല ചാനലിലും വന്നിരുന്നു. പിന്നെ ചില കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്, അതുകൂടി നമ്മൾക്ക് കണ്ടിട്ട് വരാം. പോയി കഴിഞ്ഞാലും എപ്പോഴും ദ ബെസ്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്ത് ചൂസ് ചെയ്താലും മേഘനയുടെ ഓരോരുത്തരുടെ ഇഷ്ടം ഓരോന്നാണ്. പക്ഷെ മേഘനയുടെ ഇഷ്ടത്തിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് എന്ന് മേഘനയ്ക്ക് തോന്നുന്നത് പോയിട്ട് എപ്പോഴും പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ നമ്മുടെ ലൈഫിൽ എവിടേക്കോ നമ്മൾ പിക്ക് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളിലെല്ലാം തെറ്റ് പറ്റിയേക്കാം. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തെറ്റ് പറ്റിയേക്കാം നമ്മുടെ സെലക്ഷനില്, നമ്മുടെ തീരുമാനങ്ങളില്? ഇല്ല ചേച്ചി, നമ്മൾക്ക് ആ സമയത്ത് നമ്മൾക്ക് ദി ബെസ്റ്റ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യാം. നമ്മൾക്ക് ഒന്നുമില്ല, നമ്മുടെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റ് അല്ല സെലക്ട് ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾക്ക് സെലക്ട് ചെയ്യുമ്പോൾ അതിലും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കണം എന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ സെലക്ട് ചെയ്യാം. അതൊരിക്കലും തെറ്റെന്ന് ഞാൻ പറയത്തില്ല. ഇപ്പൊ ഈ ഇരിക്കുന്ന മേഘന എന്ന് പറയുന്നത് അതിൽ കൂടെ ഒക്കെ കടന്നു വന്ന് ആ ഒരു മേ ബി അങ്ങനെ ഒന്നും അറിയാണ്ട് നിന്നിരുന്നെങ്കിൽ ചിലപ്പോ അങ്ങനെ തന്നെ ഞാൻ പോയേനെ. അപ്പം എല്ലാം ഒന്നെങ്കിൽ ഒരു ലെസൺ ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു മൊമെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മെമ്മറി ആയിരിക്കാം. എന്തുവാണെങ്കിലും അത് ലൈഫിന്റെ ഒരു പാർട്ടല്ലേ ചേച്ചി. അതിനെനിക്ക് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇതുപോലെ ഇപ്പം എന്തെങ്കിലും ഒരു നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞാൽ ഇപ്പൊ ബെസ്റ്റ് എന്ന് തന്നെ വിചാരിച്ച് നമ്മളത് സെലക്ട് ചെയ്തു. പക്ഷെ അത് നമ്മളെ പിന്നീടാണ് നമ്മൾ റിയലൈസ് ചെയ്യുക, അയ്യോ ഇതിവിടെ എന്റെ സെലക്ഷൻ തെറ്റി. വന്നിട്ട് പുള്ളിക്കാരുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിനെ പറ്റിയാണ് പറയുന്നത്. ഇതിലെ ഇന്റർവ്യൂവിൽ ചോദിക്കുന്നത് അത് തന്നെയാണ്. മേഘന വന്നിട്ട് ഡൈവോഴ്സായി എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. നടി ഡിംപിളിൻ്റെ സഹോദരനെയാണ് മേഘന വിവാഹം ചെയ്തിരുന്നത്. അങ്ങനെയാണ് 1 വർഷം മുമ്പ് ഇവർ വേർപിരിയുന്നത്. അതിനെക്കുറിച്ച് മേഘന ഇതുവരെയും മൗനം പാലിക്കുകയായിരുന്നു, ഒന്നും പറഞ്ഞിട്ടില്ല. ബെസ്റ്റ് എന്ന് തോന്നി സെലക്ട് ചെയ്ത് ഇങ്ങനെ ആയതിനാൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം കിട്ടുന്നത് വരെ ആവർത്തിച്ച് ഈ ചോദ്യം തന്നെ ചോദിക്കുന്നതായിട്ടാണ് കാണുന്നത്. നമുക്കൊന്ന് ബാക്കി കണ്ടിട്ട് വരാം. എനിക്ക് ബെസ്റ്റ് ആയിരുന്നില്ല, ഞാൻ അവിടെ കുറച്ചും കൂടെ ആലോചിക്കേണ്ടിയിരുന്നു, ഒന്നും കൂടെ തിങ്ക് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു ഭാഗം ഞാൻ ചിന്തിച്ചില്ലല്ലോ. ഇങ്ങനെ പല ചോദ്യങ്ങൾ നമുക്ക് പിന്നീട് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ആർക്കാണേലും അതെ. അപ്പൊ അങ്ങനത്തെ ഒരു ഇൻസിഡന്റോ, അങ്ങനത്തെ കുറച്ച് മറുചോദ്യങ്ങളോ, അല്ലെങ്കിൽ അവർ അങ്ങനത്തെ ഒരു റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു മൊമെന്റോ, അങ്ങനെ എന്തെങ്കിലും ലൈഫിൽ നമ്മൾക്ക് എല്ലാം നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആവണമെന്നില്ല. ചില മിസ്റ്റേക്സ് നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം. അത് തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ മിസ്റ്റേക്ക് ആയി പോയിട്ടുണ്ടാവും. പക്ഷെ അത് റിഗ്രറ്റ് ചെയ്ത് ഞാൻ ഇരിക്കത്തില്ല. ഐ ട്രൈ ടു
കറക്റ്റ് മാക്സിമം. ഓക്കെ, ശരി. അപ്പൊ ഈ ഒരു പോയിന്റും കൂടെ ആയിട്ട് ഞാൻ വേറെ ഒന്നും കൂടെ കണക്ട് ചെയ്തോട്ടെ. ഇപ്പം കുറച്ച് പക്വത എത്തിയ ഒരാളാണെന്ന് എല്ലായിടത്തും പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലും എപ്പോഴും എല്ലാം സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഡിവോഴ്സും കാര്യങ്ങളും. അപ്പോൾ ഇത് ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. പിന്നീട് ഉത്തരം കിട്ടാതെ വന്നപ്പോഴേക്ക് ഡയറക്റ്റായിട്ട് ഉത്തരം കിട്ടാനായി ചോദിക്കുന്നുമുണ്ട്. ഡൈവേഴ്സിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് എന്ന്. പിന്നെ ഒരാളുടെ പ്രൈവസി ഇൻവേഡ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ചോദിക്കരുതല്ലോ. നമുക്ക് കുറച്ച് ബാക്കി കൂടെ കണ്ടിട്ട് വരാം. നമുക്കിപ്പോ അത് സെറ്റ് ആവുന്നില്ലെങ്കിൽ എല്ലാവരും അത് ഒരുമിച്ച് ഒരേ റൂഫിന്റെ അടിയിൽ പരസ്പരം വഴക്കിട്ട് നിൽക്കുന്നതിലും എത്രയോ നല്ലതാണ് നമ്മൾ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമ്മൾ പിരിയുന്നത്, അല്ലേ? സ്നേഹത്തോടെ പറഞ്ഞ് പിരിയുക. ആൻഡ് ഇറ്റ്സ് വെരി ഇത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ചും സെലിബ്രിറ്റീസ് ആകുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ പബ്ലിക് അതിനെ ഇട്ടിട്ട് കുറച്ച് ജാസ്തി അതിനെക്കുറിച്ച് പറയും എന്നുള്ളത് മാത്രം. എന്നാലും ഞാൻ പേഴ്സണലി ചോദിക്കുന്ന ചോദ്യം ആയതുകൊണ്ട് വേറൊന്നും വിചാരിക്കരുത്. മേഘനയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആൻസർ ചെയ്താൽ മതി. വേറെ ഇന്റർവ്യൂസിലൊന്നും കണ്ടിട്ടുമില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇങ്ങനെ ഒരു പേഴ്സൺ, ഇതൊക്കെ കുറെ കൂടെ പേഴ്സണൽ ആണ് ഉത്തരങ്ങൾ, ബട്ട് സ്റ്റിൽ ഇങ്ങനെ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പബ്ലിക്കിലേക്ക് വേണ്ടിയിട്ട് ഒന്ന് ഇതാക്കാനായിട്ട് എന്തുകൊണ്ടായിരിക്കാം ആ ഒരു തീരുമാനം വേണ്ടാന്ന് വെച്ചത്? കാരണം ഇതിനെപ്പറ്റി പാവം അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ഡിംപിളും ഒക്കെ ഒരുപാട് ഫേസ് ചെയ്യുന്നുണ്ട്, അല്ലെ? ചോദ്യങ്ങളും മറു ചോദ്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പൊ അതിനൊക്കെ ഒരു ഇത് നിർത്താൻ വേണ്ടിയിട്ട് ആ ഒരു ഒരു ഡയലോഗ് പോലെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ എന്തെങ്കിലും മനസ്സിൽ നിന്ന് എന്തെങ്കിലും ഇതിന് മറുപടി പറഞ്ഞാൽ പിന്നെയും ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഒന്നാമത് ഡൈവേഴ്സിൻ്റെ വൈകാരിക വശങ്ങൾ കൈകാര്യം ചെയ്യുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇത് മറികടക്കുന്നത് അത്യന്തം വിഷമമുള്ള കാര്യം തന്നെയാണ്. പലരും വളരെ ആൾക്കാർ ഇക്കാലത്ത് ഈ ഡൈവേഴ്സിനായിട്ട് ഡൈവേഴ്സ് ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിച്ചവരും ഡൈവേഴ്സ് ചെയ്തവരും ഒക്കെ വിദഗ്ധനായിട്ടുള്ളൊരു തെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടെയാണ് അവരുടെ നിരാശയും അതിൻ്റെ കുറ്റബോധവും നാണക്കേടും വിഷമവും ഈ പല വികാരങ്ങളുമൊക്കെ മറികടന്ന് ജീവിതം പുനർനിർമ്മിക്കാനായിട്ട് ശ്രമിക്കുന്നത്. മേഘനയോട് തന്നെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു എന്തിനാണ് വിവാഹമോചനം ചെയ്യുന്നതെന്ന്. അപ്പോൾ മേഘന ഒന്നും മിണ്ടിയില്ല. കാരണം അതുകൊണ്ട് ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുകയാണെങ്കിൽ കഴിയുന്നത് കൂടുതൽ ചോദ്യങ്ങൾ ഒഴിവാക്കാം എന്നുള്ളൊരു ഇതാണ് തത്വവും ചിന്തയുമാണ് ഇതിൻ്റെ പിറകിൽ. അപ്പോൾ ഈ ചോദിക്കുന്നവരുടെയൊക്കെ ചോദ്യം നിർത്തി അപ്പോഴാണ് പിന്നെയും ഈ ചോദ്യങ്ങൾ ഇൻ്റർവ്യൂവിൽ പിന്നെയും നേരിടേണ്ടി വരുന്നത്. ബാക്കി ഭാഗങ്ങൾ കാണാം. ഇങ്ങനെ കമന്റ്സ് വരുന്നതിനെ പറ്റിയാ ഞാൻ ഒരിക്കലും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അതാ ഞാൻ ചോദിക്കണം. ഇങ്ങനെ നമ്മൾ തെന്നിമാറി പോവാതെ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ അത് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, അല്ലെ? മറ്റുള്ളവരുടെ അടുത്ത് പറയുമ്പോൾ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഒരിക്കലും മേഘനയ്ക്ക് ശരിയായിരിക്കില്ല. പക്ഷെ നമ്മൾ എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ബീങ് എ സെലിബ്രിറ്റി നിങ്ങൾ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഓരോരോ ആൾക്കാരെ നിൽക്കുമ്പോൾ നമുക്കത് വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ പറഞ്ഞ് നമുക്ക് എപ്പോഴും തെന്നിമാറുണ്ടല്ലോ. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പറയുമ്പോൾ നമുക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്തെങ്കിലും അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ മാത്രം. ഞാൻ നിർബന്ധിക്കുന്നില്ല. ശ്രദ്ധിച്ചാൽ അറിയാം പണ്ടത്തെ മേഖലയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വളരെയധികം മെച്യൂർഡ് ആയിട്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ മേഘന കൈകാര്യം ചെയ്യുന്നത്. നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ നേരിടണം. അത് വേറൊരാൾ കേൾക്കുമ്പോൾ അവർക്കത് തമാശയായിട്ട് തോന്നും, അത് വെറും കഥയായി തോന്നും. അതിലും ഭേദം ചില കാര്യങ്ങൾ പുറത്ത് പറയാതിരിക്കുന്നത് തന്നെയാണെന്ന് പറയുന്നുണ്ട് മേഘന. വീണ്ടും അടുത്ത ചോദ്യങ്ങൾ വരുന്നുണ്ട്, അതൊന്ന് കണ്ടിട്ട് വരാം. ചെയ്തിട്ടില്ല ചേച്ചി. എപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഇതുപോലെയുള്ള ഡിപ്രഷൻ ടൈമിലും ഇതുപോലെ ഞാൻ പറഞ്ഞ ഭയങ്കര ഷോക്കായിരുന്നു എന്നുള്ളത്. ആ സമയത്തായാലും ഞാൻ പലരോടും ഞാൻ എന്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് കുറെ നാൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് മറ്റുള്ളവർക്ക് നമ്മൾക്കാണ് അത് ഫീലിങ്സ്, മറ്റുള്ളവർക്ക് അത് ഒരു കഥ മാത്രമാണ്. അതെ, ഓക്കെ. നമ്മൾ ജീവിച്ചു തീർത്തത് ഓരോ സെക്കൻഡും എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളൂ. അത് ഒരു 10 മിനിറ്റ് കൊണ്ടോ 5 മിനിറ്റ് കൊണ്ടോ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇൻകേസ് അത് എക്സ്പ്ലെയിൻ ചെയ്താൽ പോലും അതൊരു 10% പോലും അത് മനസ്സിലാവില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവില്ല. ഓക്കെ, സോ ഐ ഡിസൈഡ് നോട്ട് ടു റെസ്പോണ്ട്. ഓക്കെ, ഇറ്റ്സ് ഓൾ യുവർ ഡിസിഷൻ ഫൈനലി, അല്ലേ? ശരി. ഇപ്പൊ കൂടെ നമ്മുടെ പോകുന്ന ഒരാള്, അത് മമ്മി ആയിക്കോട്ടെ, ഇപ്പൊ കൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ മാത്രമല്ല ചേച്ചി, ഇതിപ്പോ ഞാൻ ശരി താൻ ശരി ഞാൻ ശരി, വാട്ട് ദ പോയിന്റ്? ഓക്കെ, നമ്മൾക്ക് എന്താണോ വിധിച്ചിട്ടുണ്ടായിരുന്നത് ഇറ്റ്സ് ഓൾ ഹാപ്പൻഡ്. അതിനുശേഷം പിന്നെ ഞാൻ ശരി താൻ ശരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതില് അത് എപ്പോഴും എല്ലാവർക്കും അങ്ങനെയാണ്. ഇന്നത്തെ ഞാനൊരു താല്പര്യമില്ലാത്തതോ വിഷമം തോന്നുന്നതോ ആയിട്ടുള്ള സംഭവങ്ങൾ, ഒരാൾ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പിന്നീട് ആവർത്തിച്ച് ചോദിക്കുന്നത് ചിലർക്ക് മനസ്സിന് ഒരു സംതൃപ്തി നൽകുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ നന്നായിരുന്നു. ഒരാൾക്ക് എത്രമാത്രം ഇതൊക്കെ സഹിച്ചുകൊണ്ടിരിക്കാനായിട്ട് പറ്റും എന്നുള്ളത് ഈ ചോദ്യകർത്താവ് ഇതിൽ തീരെ ചിന്തിക്കുന്നില്ല.
ഓക്കെ. ഞാൻ നമ്മുടെ കൂടെ തന്നെ നിങ്ങളന്ന് കല്യാണം കഴിക്കുന്ന സമയത്ത് വളരെ പ്രശസ്തിയായിട്ടുള്ള വേറൊരു നടി പറഞ്ഞൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അവരൊരു വീഡിയോക്കകത്ത് പറഞ്ഞിരിക്കുന്നത്, മേഘ്ന ഇത് അറിഞ്ഞോന്ന് എനിക്കറിയില്ല, അവർ പറഞ്ഞിരിക്കുന്നത് ഈ കുട്ടി കല്യാണം ഈ കല്യാണം കഴിച്ചു എന്ന് അറിഞ്ഞപ്പോ തന്നെ നിങ്ങളുടെ ഡിവോഴ്സിന് ശേഷമാണ് എന്തോ അവരത് കമന്റ് ചെയ്തത്. കല്യാണം കഴിച്ചപ്പോ തന്നെ എനിക്ക് അറിയാമായിരുന്നു ഇത് അധികം നാളും ഈ റിലേഷൻ പോവില്ല, ഇവർ ഉടനെ തന്നെ വേർപിരിയുമെന്ന് എനിക്കറിയാം എന്ന്. അതൊക്കെ അത് മേഘ്ന അറിഞ്ഞായിരുന്നോ? ഞാൻ അറിഞ്ഞു. ഓക്കെ. ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സീരിയൽ അഭിനയിക്കുന്ന ഒരു നടി എന്നും റീൽസ് ആക്കുന്ന രീതിയിൽ ട്രെൻഡിനോടൊപ്പം മാറുന്ന കാലമാണ് ഇന്ന്. സോഷ്യൽ മീഡിയയിൽ ഒത്തുപോകാത്ത ബന്ധത്തിൽ കടിച്ചു തൂങ്ങി രണ്ടുപേരുടെയും ജീവിതം നശിപ്പിക്കുന്നതിലും നല്ലത് അതിൽ നിന്നും വഴിതിരിഞ്ഞു നടക്കുന്നത് തന്നെയാണെന്നാണ് ഇപ്പോൾ പുതിയതായിട്ട് കണ്ടുവരുന്ന ഒരു ട്രെൻഡ്. അതുപോലെ തന്നെ ഇപ്പോൾ വിവാഹം എന്ന സങ്കല്പം തന്നെ മാറി വരുന്നു. പെൺകുട്ടികൾക്ക് ഇന്നത്തെ കാലത്ത് നല്ല പഠിത്തം, വിദ്യാഭ്യാസം, അവർക്ക് നല്ല ജോലി, ശമ്പളം, ഈ തുടക്കത്തിൽ തന്നെ നല്ല ശമ്പളമൊക്കെ കിട്ടുന്നതുകൊണ്ട് പഴയ കാലം പോലെ അവരൊരു ഇഷ്ടമില്ലാത്ത ബന്ധത്തിൽ കടിച്ച് തൂങ്ങുന്നത് വളരെ വിരളമാണ്. ഈ ജോലിയുള്ള പെൺകുട്ടികൾക്കിടയിൽ ഇത് വന്നിട്ട് താല്പര്യം മാറി വരികയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വിവാഹമോചനം ഒരു കുറ്റമല്ല. സന്തോഷകരമായിട്ടുള്ള ജീവിതം തിരഞ്ഞെടുക്കുന്നവരെ അവരുടെ വഴിക്ക് വിടുക എന്നതാണ് ഇന്നത്തെ തലമുറയുടെ തത്വം. അപ്പോൾ കാലമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. പഴയ കാലത്തെ സങ്കല്പങ്ങളൊക്കെ ഇപ്പോൾ വളരെയധികം വ്യത്യാസം വന്നു കഴിഞ്ഞു. അപ്പോൾ ആർക്കും ഇഷ്ടമില്ലാത്തൊരു ബന്ധത്തിൽ തുടരുന്നത് വളരെ ഇപ്പോഴത്തെ പ്രവണത അതിൽ നിന്നുമൊക്കെ മാറിയിട്ടുണ്ട്. ധാരാളം കുട്ടികൾ ഇതുമായിട്ട് കൺസൾട്ടേഷന് വേണ്ടിയിട്ടൊക്കെ തെറാപ്പിസ്റ്റിനെ കാണാറൊക്കെയും ഇത് അതിജീവിക്കാൻ വേണ്ട വിദഗ്ധമായിട്ടുള്ള അഡ്വൈസിന് വേണ്ടിയിട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഇതൊക്കെ കണ്ടപ്പോഴേക്കും ഇത് ഇന്നത്തെ തലമുറയുടെ കൂടി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ഇന്നിവിടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വേറെ പ്രധാനപ്പെട്ട ടോപ്പിക്സുമായിട്ട് നമ്മൾക്ക് ഇനിയും കാണാം. അതുവരെ ബൈ.